ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ എഗ് റൈസ് ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തക്കാളിയും മുട്ടയും ചോറും വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ടൊമാറ്റോ എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൽ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഞാനിതിനകത്തേക്ക് തക്കാളിയും ക്യാപ്സിക്കവും മാത്രമാണ് ചേർക്കുന്നുള്ളൂ. നമ്മുടെ ടൊമാറ്റോ എഗ് റൈസിന് വേണ്ട വെജിറ്റബിൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ മസാലയെല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേർന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അവസാനം ചേർത്താൽ മതി, മസാല ഇട്ടതിന് ശേഷം ചേർത്താൽ മതി, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. നമ്മൾ ക്യാപ്സിക്കം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാ ചോറാണ്, കുത്തരിച്ചോറോ അല്ലെങ്കിൽ വെള്ളരിച്ചോറോ ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഇട്ട കാരണം കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റൈസിനോട് വേണ്ട ഉപ്പിട്ട് കൊടുക്കുകയാണ്. റൈസ് നന്നായിട്ട് കുക്കായി അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാനുണ്ട്. മുട്ട നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഗാർണിഷ് പോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. സോഫ്റ്റ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കത് റൈസിൻ്റെ മുകളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ എഗ് റൈസ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വെറൈറ്റി ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.